അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു റെക്ടാങ്കിൾ ഷേപ്പിൽ വരുന്ന 4 kg വരുന്ന കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കേക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കേക്ക് ഡിസൈൻ, പക്ഷേ ചെയ്യാൻ തീരെ ഇഷ്ടമല്ലാത്തൊരു ഡിസൈനാണ്. അപ്പോൾ ഞാൻ ഫ്ലവർ ചെയ്യുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ നമ്മൾ റോസ് ഫ്ലവർ വരച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഈ ഒരു ഫ്ലവർ വരച്ച് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പലരും ചെയ്ത് ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ചെയ്യുന്ന ഫ്ലവേഴ്സും എനിക്ക് അത്രയും അങ്ങോട്ടൊരു സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്ലോറൽ ഡിസൈൻ ചെയ്യാൻ പൊതുവേ മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ കസ്റ്റമൈസ്ഡ് ഡിസൈൻ വരുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കൂടുതലും ഫ്ലോറൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ഫ്ലവേഴ്സ് ചെയ്ത് കേക്കിന്റെ ബേസിലായിട്ട് ആദ്യം വെച്ച് കൊടുക്കും. എന്നിട്ട് അതൊന്ന് ഫ്രീസറിലോട്ടൊന്ന് വെക്കും. എന്നിട്ട് പിന്നെ നമ്മൾ കേക്ക് എടുത്ത് വെച്ചിട്ട് അതിലേക്കാണ് ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം എടുത്ത് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഫ്ലവർ ഇതേപോലെ വരച്ച് ഡയറക്റ്റ് അങ്ങ് ഞാൻ കേക്കിലോട്ട് വെച്ച് കൊടുക്കാറില്ല. അങ്ങനെ വെച്ച് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് കുറവാണ്. കാരണം ഈ ഒരു ഫ്ലവർ ചെയ്ത് അതിനകത്തോട്ട് വെക്കുമ്പോൾ മിസ്പ്ലേസ് ആയി പോവോ അങ്ങനെയൊക്കെയുള്ള. അതുകൊണ്ട് ഞാൻ പിന്നെ മാക്സിമം ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം ഇതേപോലെ കേക്കിലേക്ക് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിങ്ക് ആൻഡ് പർപ്പിൾ കളറിൽ നമ്മൾ ചെയ്ത ഫ്ലവേഴ്സ് 2 കോർണറിലായിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആയിരുന്നു. അതിനകത്ത് ചെറിയൊരു ഫോണ്ടൻ വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഫ്ലവേഴ്സും അതിൽ നമ്മൾ ഷുഗർ പേസ്റ്റ് കൊണ്ടുള്ള ഫ്ലേവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ക്രീം കൊണ്ട് ചെയ്തതേ ഉള്ളൂ. പിന്നെ റൈറ്റിംഗ്സ് നമ്മൾ ഇതേപോലെ ഒരു കസ്റ്റമൈസ്ഡ് ടോപ്പറും അതേപോലെ നെയിം ഫോണ്ടന്റ് ലെറ്റേഴ്സ് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഫോണ്ടന്റിൽ. അത് നമ്മൾ കേക്കിന്റെ പല സൈഡിലായിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിങ്ക് ആൻഡ് പർപ്പിൾ കോമ്പിനേഷനിലായതുകൊണ്ട് പിങ്ക് കളർ ഫ്ലവേഴ്സ് ചെയ്യാത്തതുകൊണ്ട് പിങ്ക് കളർ ഷുഗർ ബോൾസ് ഇട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് കേക്കിന് ബാക്കിലായിട്ട് കൊടുക്കുന്ന വാൾപേപ്പറിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാൾപേപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്. സത്യം പറഞ്ഞാൽ സ്റ്റിക്കർ ഒന്നും എടുക്കത്തില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെയാണ് ഞാൻ കേക്കിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. 4 kg വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ കേക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.